വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ. അല്പം അപ്പം വിശപ്പിനു സ്വൽപ്പം വെള്ളം ദാഹിക്കൽ. അല്പം അപ്പം വിശപ്പിനു സ്വൽപ്പം വെള്ളം ദാഹിക്കൽ. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. സ്ഥലം വിശേഷം ഫലമെത്ര മധുരം. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദിക്കും നാൾ നിൽക്കണമവർ വലഭാഗത്തിൽ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദോഷം നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നുള്ള നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞോറിയുമേ, നിനക്ക് സമാധാനം. നമ്മളെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളെ കർത്താവ് ശമിക്കുക വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നികോർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വർണ്ണസമയത്തും ദൈവം തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. മുല്ലുന്ന ആളുകളോ ഹല്ലേലൂയ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാറക്കുമോ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയെ നീ ജീവാസുരം അതുണർത്തണമേ. കബറെന്നു ധ്യാനത്തിനായി സോമൻകാലുസ്ക്രിയെ നാദാതാപകമൊരു ലോകം നിന്നധികാരം ദാനെങ്ങും. സ്ലീബായാൽ ജീവിതരെ കാത്തൻപാൽമു തൈമൃതർക്ക് ബാറക്കുമോർ സ്വോത്രം മൃതജീവപ്രദനെ കബറിന്നേറ്റിടുന്നോനി നിൻ പ്രേക്ഷകതാതനുമാമലൻ റൂഹായിക്കും. ഹല്ലേലൂയ. മുറിയോറാഹിമേലിനുവാദാറീൻ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ, അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിവിനെ ഭദ്രാക്കരൂരമാക്കണമേ. കർത്താവിന്റെ ആശുദ്ധയെക്കുറിച്ച് മരിച്ചതിന്റെ വരവിനാതൊക്കെ പാർട്ടികളെ മരിച്ചവരെ പുണ്യമാക്കണമേ. അബ്രാഹാമിന്റെയും സഹാക്കിന്റെയും യാക്കോവിന്റെയും ഇടയിലവരെ പാർപ്പിക്കണമേ. ഒന്നവനും മരുന്നനും മരിച്ചുവാക്കിനും വാട്ടുപ്പെട്ടവനാന്നു വന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിലവിളിച്ച് പറയുമാറാകണമേ. ആമീൻ. മൃതശരീരം ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി വെളിയിലേക്ക് എടുക്കുകയാണ്. അതിന് വേണ്ടപ്പെട്ടവരെ നിൽക്കണം. ബാക്കിയുള്ളവരൊന്ന് മാറി നിന്നാൽ വെളിയിലോട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് എല്ലാവർക്കും കാണാനും അനുശോചന അറിയിക്കാനും ഒക്കെ വേണം കഴിയും.
തരും ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമങ്ങ് ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതനുണ്ട് കൂടാരമാകുന്ന എൻ ഭവനം വിട്ടകന്നാലെനിക്കേറെ ഭാഗ്യം കൈകളാൽ തീർക്കാത്ത മോക്ഷവീട്ടിൽ വേഗമായിട്ടങ്ങു ചെന്നു ചേരും ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമങ്ങ് കർത്തനേശു തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്നെയങ്ങ് ഒട്ടുനാൾ കണ്ണുനീർ പേട്ടതെല്ലാം പെട്ടെന്നു നീങ്ങിടുമീ തിട്ടമായി ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമങ്ങ് പോകാമെനിക്കെന്റെ രക്ഷകന്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാം രോഗം ദുഃഖം പീഡയൊന്നുമില്ല ദാഹം വിശപ്പുമങ്ങോട്ടുമില്ല ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമങ്ങ് ഈ വിധമായുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാനെന്നുള്ളം വാഞ്ചിക്കുന്നു എന്നു ഞാൻ ചെന്നങ്ങു ചേരുമതിൽ പിന്തിടലിക്കാപത്തൊന്നുമില്ല ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമങ്ങ് ലോകത്തിലേക്കുള്ള ലഘുസങ്കടം അനവധി തേജസ്സിൻ ഭാഗ്യം തന്നെ കണ്ണീരു കാണുന്നതൊന്നുമില്ല കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമങ്ങ് ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതനുണ്ട് ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമങ്ങ് ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമങ്ങ് ദൈവമുണ്ട് അങ്ങ് ഞങ്ങളെ രക്ഷയുടെ ദൈവമായി പാതോറും ഞങ്ങൾ പാദങ്ങളെ വഹിക്കുന്ന കർത്താവേ, പരലോകത്തേക്കുള്ള വാഗ്ദാനങ്ങളെ കുറിച്ച് ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഐഹിക ജീവിതം പൂർത്തിയാക്കി ഈ മാതാവ് നിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്നിരിക്കാവുന്നുവല്ലോ.
നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളിരിക്കേണ്ടുന്നതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുവെന്ന് വാഗ്ദത്തം ചെയ്ത കാരുണ്യവാനായ കർത്താവേ, നിന്റെ പിതാവിൻ്റെ ഭവനത്തിൻ്റെ മഹത്വം ദർശിപ്പാൻ നീ പ്രിയമാതാവിന് നീ സംഗതിയാക്കണമേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളതിനെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് വിശുദ്ധ പൗലോസ് വർണ്ണിക്കുന്നു. ഭക്തന്മാർ ദൈവാലയത്തിൽ ദൈവിക സിംഹാസനത്തിന് മുമ്പിൽ നിരാപകൽ ആരാധിക്കുമെന്നും ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസന മധ്യയുള്ള കുഞ്ഞാട് അവരമേച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം തന്നെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യുമെന്ന് യോഹന്നാൻ ശ്ലീഹായും സാക്ഷിക്കുന്നു. തമ്പുരാനെ, ലോകാരംഭം മുതൽ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നതായ രാജ്യം അവകാശമാക്കുവാൻ ഇതിൻ്റെ ദാസിയെ നീ അനുഗ്രഹിക്കണമേ. പരലോകത്തിൻ്റെ മഹത്വം ദർശിപ്പാൻ ഇവളെ സഹായിക്കണമേ. ഈ ദാസിയുടെ ആത്മാവിന് ആവശ്യമായ സ്വസ്ഥതയും സമാധാനവും പ്രത്യാശയും ധൈര്യവും നൽകണമേ. ബാല്യം മുതലുള്ള സകല പാപങ്ങളും ഇവളോട് ക്ഷമിക്കണമേ. മുടിയനായ പുത്രനെ പിതാവ് സ്വീകരിച്ചതുപോലെ ഈ ദാസിയെയും സ്വീകരിക്കണമേ. 11-ാം മണി നേരത്തെ വേലക്കാരനെ പോലെ ഇവൾക്കും പ്രതിഫലം നൽകണമേ. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഫലമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പൂർണ്ണമായി നിന്റെ സന്നിധിയിൽ തന്നെ സമർപ്പിപ്പാൻ ഇവൾക്ക് സഹായം നൽകണമേ. വലതുഭാഗത്ത് കള്ളനെ എന്ന പോലെ ഇവളെയും പർദീസാൽ ചേർത്ത് കൊള്ളണമേ. ജീവിച്ചിരുന്നെന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരണം കാണുകയില്ല എന്നും അവൻ മരിച്ചാലും ജീവിക്കുമെന്നും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിൽ ഞാൻ അവനിൽ വസിക്കുന്നവനിൽ നിത്യജീവനുണ്ട് എന്നും വാഗ്ദത്തം ചെയ്ത കരുണയുള്ള കർത്താവേ, നിന്റെ വാഗ്ദാനങ്ങൾക്ക് ഓഹരിക്കാരിയായി തീരുവാൻ നീ പ്രിയമാതാവിന് സംഗതിയാക്കണമേ. ഇന്നെടുക്കേണ്ടുന്നതായ സംസ്കാര ശുശ്രൂഷയും മറ്റെല്ലാ കാര്യങ്ങളും അവിടുത്തെ ഹിതപ്രകാരം അനുഗ്രഹകരമായി നിറവേറുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട ബന്ധുമിത്രാതിൽ നിന്ന് കണ്ണുനീരിനെ തുടച്ചു കളയണമേ. നിന്നിലുള്ള പ്രത്യാശയിൽ മനോധൈര്യവും സ്വസ്ഥതയും സമാധാനം നിന്റെ ദാസർക്കെല്ലാം നീ നൽകണമേ. നീ വിളിക്കുന്ന ഏത് സമയവും മുഖലജ കൂടാതെ നിന്റെ വിളിയെ കേൾക്കുവാൻ എപ്പോഴും ഒരുക്കമുള്ളവരാജീപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. നാഥ, ഞങ്ങളും ഞങ്ങളെല്ലാം വാങ്ങിപ്പോയവരും നിന്റെ രണ്ടാമത്തെ വരവിൽ മുഖപ്രസന്നതയോടെ നിന്ന് നിന്നെ സ്വീകരിച്ചാനീപ്പാൻ ഞങ്ങൾക്ക് ഞങ്ങളെ വാങ്ങിപ്പോയവർക്കും സംഗതിയാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും. മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യന് തുല്യം ഹല്ലേലൂയ. പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞു ജീവാസ്വരമതുണർത്തണമേ. കബറീനുധാനത്തിനായി സൗമ്യൻ കാലസ്കുറിയേലാം രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ നാശം നീക്കി ജീവിപ്പിച്ച് അണിയണം നിന്നെ നോക്കും അവരിൽ കാന്തി. മൃതരെ ജീവിപ്പാനെഴുന്നള്ളും രാജാ മുരളീന്മേലാഘോഷിതനായിടുന്നു.
നൈവാൻമാർദൻ മുൻകൊമ്പിൽ നാഥം കേട്ടിട്ട് അങ്കിയണഞ്ഞതിരേപ്പാനായി പോയിടുന്നു. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ തന്റെ ദിവസത്തിൽ സൃഷ്ടിയെ അനുകൂലമാക്കണമേ. കർത്താവേ, നിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ച് നിന്റെ വരവിനായി നോക്കി പാർക്കുന്ന മരിച്ചവരെ അബ്രഹാമിനെ യാക്കോബിനെയും ഉള്ളവരെ പാർപ്പിക്കണമേ. വന്നവനും വരുന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നതിനായി വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാവും ശരിയായിട്ട് പറയുമാറാണമേ. ആമീൻ. ബാറയ്ക്കുമോർ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും സത്യവിശ്വാസത്തോടെ നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിട്ടുള്ള പ്രിയമാതാവിന്റെ ആത്മാവോടുകൂടെയും നടക്കേണ്ടുന്നതായ സംസ്കാര ശുശ്രൂഷയോടുകൂടെയും ഈ ദാസരുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളോടുകൂടെയും ഇപ്പോഴുമല്ല എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഫോട്ടോ എടുക്കാനുള്ള അവസരമാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. ഉണ്ടരിക്കായൊരു മോക്ഷവിട് ഇന്ദ്രയകന്നു ഞാൻ വാഴുമെന്ന് കർത്തനേശു തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്നെയങ്ങ് ഒട്ടുനാൾ കണ്ണു നീർപ്പെട്ടതെല്ലാം പെട്ടെന്നു നീങ്ങിടുമീ തിട്ടമായി ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്ദ്രയകന്നു ഞാൻ വാഴുമെന്ന് ഓരവരിക്കെന്റെ രക്ഷകന്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാം രോഗം ദുഃഖം പീഡയൊന്നുമില്ല ദാഹം വിശപ്പുമങ്ങോട്ടുമില്ല ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്ദ്രയകന്നു ഞാൻ വാഴുമെന്ന് ഈ വിധമായുള്ള
അവാർഡിൻ്റെ പുഷ്പേക്കരം സമർപ്പിക്കുന്നു. വന്യ വൈദിക ശ്രേഷ്ഠരെ, വന്നുകൂടിയിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങളെ, ഈ അമ്മച്ചിയുടെ വേർപാട് കോൺഗ്രസിൻ്റെ വലിയൊരു നഷ്ടമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം കുഞ്ഞുച്ചാൻ്റെ കാലം മുതലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വളരെ എല്ലാവിധത്തിലും വളരെ നല്ലൊരു പ്രവർത്തകനായി നിന്ന് കടന്നുപോയി. അതിനുശേഷം തങ്കമാമയും കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല രീതിയിൽ ഞങ്ങളെ ഏതു വിധത്തിലും സഹായിച്ചും ഈ അടുത്ത 2 മാസങ്ങൾക്ക് മുമ്പും കോൺഗ്രസിൻ്റെ ഒരു പിരിവിന് വേണ്ടി വന്നു. പ്രതീക്ഷിക്കാത്ത ഒരു തുക ഞങ്ങൾക്ക് തരികയും എല്ലാവിധത്തിലും ഞങ്ങളെ സഹായിക്കുകയും ചെയ്ത അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ വേർപാട് കോൺഗ്രസ്സിന് വളരെ നഷ്ടമായിട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അമ്മച്ചിയെ ഈ കടന്നുപോക്ക് നമുക്ക് പ്രയോജനമായിരിക്കും. അങ്ങ് ദൈവസന്നിധിയിൽ പോയി നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ദൈവത്തോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. തിരിച്ച് ഞങ്ങളും അമ്മച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ എന്നും ആ കുരുത്തോലകൾ പിടിച്ച് വിശുദ്ധന്മാരുടെ ഗണത്തിൽ അമ്മച്ചിയെ ചേർക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവരും എണീറ്റ് ഒരു ഫോട്ടോ എടുക്കാനുണ്ട്, എടുത്തു. എല്ലാവരും എണീറ്റ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ആത്മാവിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകണം. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണമവർ വല്ലഭത്തിൽ. പിതാവിനും പുത്രനും ശുദ്ധമുള്ള റൂഹായിക്കും സ്തുതി. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നതിനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണയെന്ന വിശ്വ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. തിരുവിഷ്ടം സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കാലോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളെയും പാവങ്ങളെയും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. കൃപകരന്ന് പറയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള പാപികളാ ഞങ്ങൾക്ക് ഞങ്ങളെ വർണ്ണസമയത്ത് കാരുണ്യവാനായ ദൈവമായ കർത്താവേ, നിന്നിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അവിടുത്തെ കർത്തകൽപ്പനയാൽ വേർപെട്ടു പോയ ഈ ദാസിയുടെ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും ഈ ദാസിയെ വീണ്ടുകൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂടെ ചെന്നെത്തുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായുള്ളവേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഇതിന്റെ ദാസി ഇതിന്റെ പരിശുദ്ധന്മാരോട് വസിക്കുമാറാകണമേ. ഹോശോ വബുകൂല സുബാൻമീ നീ ജീവനടുത്തിടുമ്പോൾ മൃതരായി മണ്ണിൽ ചേരുന്നു. മഹത്വം വാഴട്ടെന്നും തൻ ക്രിയകളിലുടയോൻ തെളിയട്ടെ. ശുഭഹുല പോല ബുറോവൽ റൂഹു കാദിശോ മെനോലം വാദാമുലോലം മുൽമീന പ്രിയനാം ലാസറിനെ കബറിന്നെഴുന്നേൽപ്പിച്ചോനെ വാഴ്ത്താൻ വന്നിടുവീൻ. മൃദുഭാഷത്തിന്നും വിധവസുതനെ വിടുവിച്ചോനെ നാം എല്ലായ്പ്പോഴും വിശ്രമമെന്യെ സ്തുതി ചെയ്താരാധിക്കേണ. സ്തൗമൻ കാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണയിൽ ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പോഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാകണമേ. മരിച്ചവരെ ജയിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയായ കർത്താവിനെ സ്തുതിയും. തൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കപ്പെടുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളും ഞങ്ങളുടെ ആയുസ്സുകളുടെ ദിവസങ്ങളൊക്കെയിലും തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. ബുക്കുലഹുൻ യൗമോ സോദഹായിൽ മീൻ. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മെസ്സിയ തമ്പുരാനെയും സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും 10,000 തിരുമുമ്പാകെ പരിഭ്രമിച്ച് പുറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോബന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നുപോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിയെ നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു.
അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ ആ വചനം ഞങ്ങളിലും ഈ പ്രിയമാതാവിലും നിറവേറ്റണമേ. ഞങ്ങളിങ്ങോട്ട് വാങ്ങിപ്പോരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുക്കുൽ സുബാൻ ലോൽ മീൻ ബാർക്കുമോർ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. ആമേൻ. നഗരകവാടം വഴിയായി ഞാൻ പോകും നേരം കേട്ടേൻ ഒരു നാദം ശ്രദ്ധിച്ചെന്നരികെ നേറ്റം ഖേദം തോന്നും നിനദത്തെ ലളിതകളെ തരുണന്മാരെയും ബാലന്മാരെയും കണ്ടേൻ. പ്രഭുവനിതകളും ദാസികളും സന്താപാരാവകത്തിൽ പാടുന്നു. വ്യസനസമേതം ചോദിച്ചേൻ കേഴുന്നെന്ത് നേവം സുന്ദരരെ വ്യഥയോടെന്തിനു പാടിടുന്നോ ഡോതി മൂഢ മിണ്ടാതെ. കാണുന്നൊരു സൗന്ദര്യം പാതാളത്തിൽ പാഴായി പോയിടും. ഈ രക്താംബര രുചിരതയേയുള്ളോർതൻ ഭൂഷ മരണമശേഷം മായിക്കും ഈ സൗന്ദര്യം പ്രാതകാലത്തിൽ തെളിവാകും സൂര്യനു തുല്യം. ഈ സൗന്ദര്യം പാഴ്പുൽ കൊടിയന്മേൽ മഞ്ഞിനു തുല്യം. ഈ സൗന്ദര്യം സന്ധ്യാവേളയതിൽ പാടിടും പൂവിനു തുല്യം. പാതാളത്തിൽ പാഴാം രൂപത്തിൽ കനിയുക കർത്താവേ ജീവൻ നൽകി തേജോ വസനം നീ അതിനെ അണിയിച്ചിടണമേ. സർവാ ബാറഖുമോർ ബലവാനും മഹാകാരുണ്യവാനും ദയവുള്ളവനുമായ ദൈവം തമ്പുരാനെ, തിരുസന്നിധിയിലേക്ക് നേടിത്തിരിക്കുന്നതിനാൽ ഇത്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണയ്ക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ ഉരുസലേമിൽ മോഹനീയമായ വാസലത്തെ അവളെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നയ്ക്ക് അവളെ അർഹയാക്കി തീർക്കുകയും ചെയ്യണമേ. മോറൻ വാലൂഹാൻ ലുൽമേ ദേവേശാനേൻ പരിചാലിക സസമാധാനം കൈക്കൊള്ളുക. കന്മഷമഖിലം മോചിക്ക ഇവളെ വിധിക്കരുതേ നാഥ. നിർമായൻ നീയേകൻ താൻ അപരാധികൾ അർഹിച്ചിടും. നരകത്തിൽ നിവൾ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവറ പോകേണം. ബാറഖുമോൻ മൃതിയെ നീ ഞെളിയേണ്ട മൃതരായോർമേൽ അവരുടെ മേൽ തെല്ലില്ല നിനക്ക് അധികാരവും അവകാശമതും. ബലവാനാം സൃഷ്ടാവരെ വിസ്തരണം ചെയ്യും. നൂനം സാക്ഷാൽ അവകാശികളും തൽ സുതരും ദാസരുമാരല്ലോ. നിങ്ങൈകളിൽ നിന്നവരെ വേഗം സ്വർഗമഹാരാജ്യം മരണത്തെ ഞാൻ നിദ്ര ഭീതിയുമില്ല. നിൽ ദൈവം തീൽ നട തേടും വിധിയോർത്തഞ്ചിടോ ഞാൻ ബാറഖുമോ ദാനത്തിൽ നാടായി സ്വർഗമഹത്വം ചാർത്തി
സോനു ധനിജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തിടും കാന്തനു കാത്തോരാം കന്യാ സ്ത്രീകളെ നീ പ്രാപിക്കും സഹജേ പുനരുദ്ധാനത്തിൽ ചിന്താവിഷയമതായി ആദിമകാലത്തെ ജന്മാനസമോടി സൃഷ്ടിയോർത്തൊരു ഞാൻ വെമ്പേശാവത്താൽ മൃത്യുനിമിത്തം വേർപിരിയും നാൾ വരെയും നാരികളത്യധികം ബലിയിൽ നാൾ പോക്കി വേദനയോട് സുധരെ പ്രസവിച്ചിടുന്നു ജീവൻ പോയവർ പിരിയും മാതാവേ നോക്കിടുമാൽമജരിൽ നടുവേർബുയരുന്നു തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ രോദിച്ചിടുന്നു ഈ ദീനാരാവം കേൾക്കുന്നോരെല്ലാം ഖേദത്താൽ അവരോടൊപ്പം കരയും ദൂതൻ എന്നെ കൊണ്ടിക പോയി മാരകപാദത്താൽ എന്നിൽ ഭ്രമമേറ്റി നിർദ്ദയ വീടകളാൽ മതീചംഗങ്ങൾ കാൺമീൻ വടിമൂന്ന എന്നെ താടിച്ച ജ്ഞാനാശ്രയഹീന ജ്ഞാനയോദീന നിൻ സൃഷ്ടിയനാദ കൃപയാൽ കരുണാസമ്പൂർണ പുനരുദ്ധാനദിനെ നിന്നോട് സൃഷ്ടിയ നീ നവമാക്കിയിടണം പതിബന്ധം ഹൃദയാൽ വേറായി നീരണ്ടായി തീർന്നൊരു സഹജയ്ക്കായി പ്രാർത്ഥിപ്പീൻ നിങ്ങൾ അവരൊന്നാകണമേ പുനരുദ്ധാനത്തിൽ മോചിക്കുക പാപം മായേക്കുക ദോഷം സത്യമെഴും വിധിയൻ നാളിൽ പാടണം പരിശുദ്ധന്മാരോ തിവളെ വന്നവനും വരൂരും മൃദർ തന്നുയിരും സുതനു ശരീര മകൾ പാടണമേ. ബഹുമാനപ്പെട്ട കുരുന്നാലിച്ചിനിപ്പോഴെ ആശ്വാസവചനങ്ങൾ അറിയിക്കുന്നു. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. ഒന്നിരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, സുദീർഘമായ 93 വർഷക്കാലം നമ്മുടെ ഭൗമ സഹവാസം അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന ഒരു പ്രിയ മാതാവിനെ പ്രാർത്ഥനയോടെ നാം അയക്കുന്ന സന്ദർഭമാണല്ലോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 4 നൂറ്റാണ്ടിന് മുൻപ്, 25-26 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ പ്രിയ ഭർത്താവ് ഈ നാട്ടിലൊക്കെയും CV ചായൻ എന്നറിയപ്പെട്ടിരുന്ന കുഞ്ചായൻ യാത്രയായിട്ട് 26 വർഷമാകുന്നു.
എനിക്കും പ്രിയപ്പെട്ട കോശി എബ്രഹാം അച്ഛനുമൊക്കെ എനിക്ക് സമപ്രായക്കാരായ എല്ലാവർക്കും നല്ല ഓർമ്മയാണ്. പള്ളിയിലെ ശുശ്രൂഷയ്ക്കായിട്ട് ആരാധനയ്ക്കായിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ കുഞ്ഞുങ്ങളുടെ ഒന്നും മനസ്സ് വേദനിപ്പിക്കാതെ, എന്നാൽ കൃത്യമായിട്ട് ചിട്ടയായിട്ട് മറ്റൊരു ഡിസ്ട്രാക്ഷനും കൂടാതെയാണോ അവരെല്ലാം ആരാധനയിൽ സംബന്ധിക്കുന്നത് എന്ന് പ്രത്യേകം നോക്കിയിരുന്നത് CV ചായനാണ്. അശ്രദ്ധയുണ്ട് എന്ന് കണ്ടാൽ ഞങ്ങൾക്കാർക്കും ഒരു അലോരസം തോന്നാതെ തോളത്ത് പെല്ല് തട്ടി മോനെ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് അപ്പോഴപ്പോൾ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി ആർക്കും ഒരു പിണക്കം തോന്നാത്ത രീതിയിൽ എത്രയോ ആ സമയത്ത് അഡ്വൈസ് ആവശ്യമായിരുന്ന സമയത്ത് എന്തെല്ലാം നിർദ്ദേശങ്ങൾ നൽകിയത് ഒക്കെ ഇപ്പോൾ ഓർക്കുകയാണ്. വളഞ്ഞോട്ട് ഇടവകയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഔദ്യോഗിക രംഗത്തും അതുപോലെ ആത്മീയ രംഗത്തുമെല്ലാം വേണ്ടതായ എല്ലാ ശ്രദ്ധയും ചെലുത്തിയ ഒരു കർത്തൃദാസന് നല്ല ശക്തിയുള്ള ഒരു വലം കൈയായി പ്രവർത്തിച്ച ഒരമ്മച്ചിയാണ് നമ്മൾ യാത്ര അയക്കുന്നത്. 93 വർഷക്കാലം സുദീർഘമായ ഒരായുസാണ്. അതുകൊണ്ട് ഈ പ്രദേശത്ത് തന്നെ നല്ല പ്രായമുള്ള ഒരാളിനെയാണ് നമ്മൾ അയക്കുന്നത്. ഈ പ്രായത്തിൽ ഒരാളിനെ യാത്ര അയക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെയും കൂടപ്പിറപ്പുകളെയും സംരക്ഷിക്കാൻ ഇന്ന് ലഭ്യമായിരിക്കുന്ന സാഹചര്യങ്ങളൊന്നുമില്ലാതിരുന്ന സമയത്ത് ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നിട്ടുള്ളവരാണ് ഇന്ന് നമ്മൾ യാത്ര അയക്കുന്ന നല്ല പ്രായമുള്ളവർ. അതുകൊണ്ട് അത്യന്തം കൃതജ്ഞതാ നിർഭരരായി അവരുടെ നല്ല ഓർമ്മയ്ക്ക് മുൻപിൽ നമ്മൾ ശിരസ് നമിക്കേണ്ടതാണ്. ക്രൈസ്തവ വിശ്വാസപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള വേർപാട് ഒരു തീരാത്ത വിലാപം നമുക്ക് സമ്മാനിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കുന്നത് കൊണ്ട് അത് നമ്മുടെ ആത്മീയ ജീവിതത്തിനൊരു ഫുൾ സ്റ്റോപ്പ് ആകുന്നില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇതിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണം, എൻ്റെ രക്തം സാക്ഷാൽ പാനീയം. അത് അനുഭവിക്കുന്നവന് ഉള്ളിൽ ജീവനുണ്ട്. അവസാന നാളിൽ ഞാൻ അവനെ എഴുന്നേൽപ്പിക്കും. ഈ മഹത്വകരമായ പ്രത്യാശ നമുക്കുള്ളത് കൊണ്ട് ഈ ശരീരം കർത്താവ് വരുമ്പോൾ ഉയർക്കാനുള്ള ശരീരമാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് അതിനുചിതമായ എല്ലാ ശുശ്രൂഷകളും നൽകി നമ്മൾ അയക്കുകയും പിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വരവ് വരെയും ഈ ഭൗതിക ശരീരം സൂക്ഷിക്കുകയും മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. സംസ്കാരം എന്ന വാക്ക് എത്രയോ അർത്ഥമുള്ള ഒരു വാക്കാണ്. ശവസംസ്കാരം. സംസ്കരിക്കുന്നത് കൂടുതൽ മേൽത്തരമായ ഒരു ഉൽപ്പന്നത്തെ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. നാറ്റമുള്ള തുകൽ സംസ്കരിക്കുന്നത് നമ്മുടെ ശരീരത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു പേഴ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. അത് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും, അത് ചത്തുവെങ്കിലോ വളരെ വലിയ ഫലം കായ്ക്കും. നിലത്ത് വീണ് ചാകുന്ന ഒരു ഗോതമ്പ് മണി പോലെയാണ് ഈ പ്രിയ മാതാവിൻ്റെ ശരീരം നമ്മൾ സംസ്കരിക്കുവാനായിട്ട് പോകുന്നത്. അത് മുളച്ച് കിളിർത്ത് വളർന്ന് ഫലം കായ്ക്കുമെന്ന പ്രതീക്ഷയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കുള്ളത്. ക്രൈസ്തവ ആത്മീയ ജീവിതത്തിൽ 2 കാര്യത്തിനു വേണ്ടി പ്രത്യേകം ഒരുങ്ങണമെന്ന് പിതാക്കന്മാർ പറഞ്ഞു. ഒന്ന്, കർത്താവിൻ്റെ വരവാണ്. നമുക്കാർക്കും നിശ്ചയമില്ല. കർത്താവ് തന്നെ പറഞ്ഞു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവല്ലാതെ മറ്റാരും അറിയുന്നില്ല. സമയം നിശ്ചയമല്ലാത്തത് കൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി എപ്പോഴും ഒരുങ്ങണം. അതുപോലെ ഒന്നാണ് നമ്മുടെ മരണവും. മരണം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ജനിച്ചിട്ടുള്ള എല്ലാവരും മരിക്കണം. പക്ഷെ സമയം നിശ്ചയമല്ലാത്തത് കൊണ്ട് മരണത്തിന് വേണ്ടിയും ഒരുങ്ങണം. ഈ കർത്തൃദാസി ജീവിതത്തിന്റെ സായാഹ്നത്തോടടുത്ത സമയം ശരിയായി ജീവിതത്തെ വിശകലനം ചെയ്ത് ഒരുങ്ങുവാൻ ദൈവം തക്കതായ സമയവും അവസരവും അനുഭവവും നൽകി എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ മരണത്തെക്കുറിച്ച് പിതാക്കന്മാർ പറയുന്നത് ജോയിനിങ് ദ മെജോറിറ്റി എന്നാണ്. ഭൂരിപക്ഷത്തോട് ചേരുകയാണ് മരണത്തിലൂടെ.
മറ്റൊന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ. പ്രൊമോഷനോടുകൂടി ഒരു ട്രാൻസ്ഫർ ആണ്. ഇത് രണ്ടിലും നമ്മൾ ഖേദിക്കേണ്ട കാര്യമില്ല. പൂർവ്വപിതാക്കന്മാരെ കുറിച്ച് പഴയ നിയമത്തിലൊക്കെ നാം വായിക്കുന്നത്, അബ്രഹാമായാലും ഇസ്ഹാക്കായാലും യാക്കോബായാലും അവർ പൂർണ്ണ വാർദ്ധക്യത്തിലെത്തി മരണാസന്നരായപ്പോൾ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ വിളിച്ചു വരുത്തി അവരുടെ ശവസംസ്കാരത്തെക്കുറിച്ചും അനന്തര കാര്യങ്ങളെക്കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. യാക്കോബ് മരണാസന്നനായപ്പോൾ പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ അവകാശ ഭൂമിയായ നിലത്ത് എന്നെ നിങ്ങൾ സംസ്കരിക്കണം. ജോസഫ് തന്റെ സഹോദരന്മാരോട് മുൻകൂട്ടി പറഞ്ഞു, നിങ്ങൾ മിസ്രയീം വിട്ട് പോകും, പക്ഷേ പോന്ന സന്ദർഭത്തിൽ എൻ്റെ അസ്ഥിയും കൂടെ എടുക്കാൻ മറക്കരുത്. ഇതൊന്നും പാഴ്വചനങ്ങളായിട്ട് വെറുതെ നൽകിയ ഉത്ബോധനങ്ങളായിട്ട് നമുക്ക് ചിന്തിക്കാൻ ഒക്കുകയില്ലല്ലോ. അവർക്കറിയാമായിരുന്നു എന്താണ് മരിച്ച ശേഷമുള്ള അവസ്ഥ. ഒരു ഭൗതിക ശരീരം നമുക്ക് അവഗണിക്കത്തക്കതാണോ? ഒരിക്കലുമല്ല. ദൈവമനുഷ്യനായ ഹാനോക്കിനെ കുറിച്ച് നാം വായിക്കുന്നത്, ദൈവത്തോട് കൂടെ അവൻ നടന്നു, അവൻ ദൈവം എടുത്തപ്പോൾ കാണാതായി. മരണം നമ്മുടെ ദൃഷ്ടിക്ക് മരിക്കുന്നവനെ മായ്ക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ മരിച്ച ആരും ഇല്ലാതാകുന്നില്ല. അവർ കാണാതാവും, പക്ഷെ ഇല്ലാതാവുകയില്ല. കർത്താവ് ഒരു മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും സകല പരേതർക്കും എന്ന് സംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ പാടുന്നുണ്ടല്ലോ. കർത്താവ് മഹത്വത്തോടെ എഴുന്നള്ളുമ്പോൾ ഇവരെല്ലാം ഉയർക്കണം. ഈ പ്രത്യാശ വളരെ ഉണ്ടായിരുന്ന പരിശുദ്ധനായ പൗലോസ് പറഞ്ഞു, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം. പാപത്തിലുള്ള മരണം മാത്രം പേടിച്ചാൽ മതി, അല്ലാത്ത മരണം ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ആയിരിക്കാൻ ഞാൻ അധികം ആഗ്രഹിക്കുന്നു. അത് അത്യുത്തമമാണല്ലോ. ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ അഭിമാനിക്കുന്നു. ശരീരത്തിൽ വസിച്ചാൽ കർത്താവിനെ പ്രസാദിപ്പിക്കാം, ശരീരം വിട്ടാലും കർത്താവിനെ പ്രസാദിപ്പിക്കാം. സോ ഇറ്റ്സ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്. നമ്മുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ശവക്കുഴി വരെ അല്ല, അമ്മയുടെ ഉദരം മുതൽ ശവക്കുഴി വരെ അല്ല, ഇറ്റേണിറ്റി ടു ഇറ്റേണിറ്റി ആണ്. നിത്യതയിൽ നമ്മൾ ജനിക്കുന്നു, നിത്യതയിലേക്ക് നമ്മൾ പോകുന്നു. ആ ഒരു സംഭവം ഓർക്കുമ്പോൾ ഈ മരണം നമുക്ക് പ്രത്യാശയാണ് തരുന്നത്. സോ ഡെത്ത് ഈസ് നോട്ട് എ ട്രാജഡി, ഇറ്റ് ഈസ് എ ട്രയംഫ്. മരണം ഒരു ദുഃഖകഥയല്ല, അത് വിജയഭേരിയാണ്. ഡെത്ത് ഈസ് നോട്ട് ആൻ എൻഡ്, ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് എ ബെൻഡ്. മരണം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അത് വഴിത്തിരിവ് മാത്രമാണ്. ഈ പ്രിയപ്പെട്ട അമ്മയുടെ ജീവിതത്തിൽ 93-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ തിരുവിഷ്ടം നിറവേറിയെന്നോർത്ത് ആശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പിതാക്കന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ചുമതലയുണ്ട്. അത് ഈ കർത്തൃദാസിക്ക് വേണ്ടി മാത്രമല്ല, നമ്മിൽ നിന്ന് വാങ്ങിപ്പോയവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ചുമതലയാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞാൽ പോരാ. പ്രാർത്ഥിക്കാതിരിക്കുന്നത് അക്ഷന്തവ്യമായ ഒരു അപരാധമാണെന്ന് ഓർക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം. അർത്ഥം ഗൃഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവ സുഹൃതം ദുഷ്കൃതം ജൈവ ഗച്ഛന്തം അനുഗച്ഛതി എന്ന നീതിസാരത്തിൽ ഒരു ശ്ലോകമുണ്ട്. പണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നിറവേറ്റും, ബന്ധുമിത്രാദികൾ ശ്മശാനഭൂമി വരെ മാത്രം, സുഹൃത ദുഷ്കൃതങ്ങൾ അനുസ്യൂതം നമ്മെ പിൻപറ്റും. തിരുവചനത്തിൽ പറയുന്നു, ഒരുവന് ശരീരത്തിൽ ഇരിക്കെ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. ഈ വാക്യങ്ങളും ഈ ശ്ലോകങ്ങളും ഒക്കെ നമ്മെ ചിന്തിപ്പിക്കേണ്ടത് അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ചിന്തയിലേക്കല്ല, മറിച്ച് എന്തിനാ നാം വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? തിമോത്തിയോസിനെ പൗലോസ് എഴുതുമ്പോൾ ഒനസിഫോറസ് എന്ന മരിച്ചുപോയവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. എന്തിനാണെന്നോട് പറയുന്നുണ്ട്, കർത്താവിന്റെ ദിവസം അവൻ കരുണ കണ്ടെത്തപ്പെടാൻ. വാങ്ങിപ്പോയവർക്ക് വേണ്ടി എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം പറയാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ പറയുന്ന ഇതാണ്, കർത്താവിന്റെ ദിവസം കരുണ കണ്ടെത്തപ്പെടാൻ പ്രാർത്ഥിക്കണം. വേദപുസ്തകം പറയുന്നു, ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. വിശുദ്ധ യോഹന്നാൻ പറയുന്നു, ഒരുവൻ തനിക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അവൻ അവനെ തന്നെ വഞ്ചിക്കുകയാണ്, അവൻ കള്ളനാണ്. അതുകൊണ്ട് എല്ലാവരും ദൈവതേജസ് ഇല്ലാത്തവരായി, എല്ലാവരും പാപം ചെയ്തു. ന്യായവിധിയിൽ കരുണ ആവശ്യമാണ്. നമുക്ക് നീതി
നീതിയുള്ള ന്യായാധിപനായ കർത്താവ് മാലാഖമാരെയും മനുഷ്യരെയും ഏകരംഗസ്ഥലത്ത് നിർത്തുമ്പോൾ, ഉത്തമന്മാർക്കും ദുഷ്ടന്മാർക്കും അർഹമായ പ്രതിഫലം നൽകുമ്പോൾ, കർത്താവെ ന്യായവിധിയിൽ കരുണ കാണിക്കണമേ എന്ന് ഈ ദാസിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വാങ്ങിപ്പോയവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് വേണ്ടി അത് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന നമുക്കൊരു വലിയ ബലമാണ്. പ്രാർത്ഥനയിൽ മേന്മേൽ എന്നെ ഓർപ്പീൻ എന്നാണ് മരിച്ചുപോയ ഓരോരുത്തരും നമ്മളോട് പറയുന്നത്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്ക് ചുരുക്കാം. നമ്മുടെ എല്ലാവരുടെയും കൂടെ മരണം ഒരു നിഴല് പോലെ കൂടിയിരിക്കുകയാണ്. എല്ലാവരും മരണത്തിന്റെ ക്യൂവിലാണ്. എ ന്യൂ ബോൺ ബേബി ഈസ് ഗ്രോൺ ഇനഫ് ടു ഡൈ എന്ന് ഇവിടെ വായിക്കുകയുണ്ടായി. ഒരു നവജാത ശിശു പോലും മരിക്കുവാൻ തക്കവണ്ണം അത്രയ്ക്ക് പ്രായം ചെന്നവനാണ്, അല്ലെ പ്രായം ചെന്നവളാണ്. മുന്നേ നിൽക്കുന്നവർ വീഴുകയാണ്. ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ കർത്താവെ, എപ്പോഴോ എവിടെയോ നിനക്ക് തിരുമനസ്സാകുന്ന പ്രകാരം ഞങ്ങളുടെ പാപത്തെക്കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ചേരുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട ഒരു നിര്യാണത്തിന് ഞങ്ങൾക്കും അർഹത തരണേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഈ അമ്മ തന്റെ ഓട്ടം തികച്ച് കർത്തൃസന്നിധിയിലേക്ക് യാത്രയായി. നീതിമാന്മാർക്ക് ദൈവം വച്ചിരിക്കുന്ന കിരീടം ഈ അമ്മയ്ക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു വീട്ടിൽ നിന്ന് മറ്റാരും ഇറങ്ങിപ്പോകുന്നതിനേക്കാൾ വേദന ഒരമ്മ ഇറങ്ങിപ്പോകുന്നതാണ്. നമ്മുടെ എല്ലാം ജീവൻ നമ്മുടെ അപ്പൻ ദൈവത്തോട് ചേർന്ന് നന്നതാണെങ്കിലും നമ്മുടെ എല്ലാം ശരീരം നമ്മുടെ അമ്മ തന്ന ശരീരമാണ്. അതുകൊണ്ട് മനുഷ്യരെല്ലാം അവരുടെ അപ്പനോടോ സഹോദരങ്ങളോടോ ബന്ധപ്പെട്ടിരിക്കുന്നതിനേക്കാൾ അമ്മയോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മയുടെ വേർപാട് നമുക്ക് കൂടുതൽ ദുഃഖമുണ്ടാക്കും. ആ ദുഃഖം താങ്ങാനുള്ള ശക്തി, കരുത്ത്, കണ്ണുനീര് തുടയ്ക്കാനുള്ള ദൈവത്തിന്റെ കൃപ അതെല്ലാം ഭവനക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് മഹത്വത്തോടെ എഴുന്നള്ളുമ്പോൾ തന്നെ പ്രസാദിപ്പിച്ച നീതിമാന്മാർക്ക് ലഭിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രതിഫലത്തിന്, വിളക്കിൽ എണ്ണയുമായി മണവാളിനെ കാത്തിരുന്ന ബുദ്ധിമതികളായ കന്യകമാർക്ക് ലഭിക്കുന്ന നല്ല അവസരത്തിന് ഈ കർത്തൃദാസിയും യോഗിയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം സമൃദ്ധിയായി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ന്യൂയോർക്ക് സ്റ്റാറ്റൻ ഐലൻഡിൽ നിന്ന് വന്നിരിക്കുന്ന സണ്ണി കോന്നിയൂർപ്പോഴ് അനുശോചനം അറിയിക്കുന്നു. വന്ധ്യ വൈദികരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അവസരത്തിൽ പ്രസംഗത്തിനൊരു ഉള്ളൊരു അവസരമല്ല എന്നുള്ളത് എനിക്കറിയാം. ചുരുങ്ങിയൊരു വാക്കുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചും വിലപിച്ചും ഇരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ വേണ്ടി ഞാൻ പ്രതിനിധീകരിക്കുന്ന മാസി എന്നറിയപ്പെടുന്ന 400 മെമ്പേഴ്സുകളുള്ള സ്റ്റാറ്റൻ മലയാളി സ്റ്റാറ്റൻ ന്യൂയോർക്കിൻ്റെ വൈസ് പ്രസിഡന്റ് നിലയിൽ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ട അമ്മയുമായിട്ട് ഉള്ള ഈ കുടുംബമായിട്ടുള്ള ബന്ധം, സ്നേഹവും ബന്ധവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്, എൻ്റെ സഹോദരനുമായ രാജാൻ നിമിത്തമാണ് 1975 മുതലുള്ള ബന്ധമാണ് ഈ കുടുംബമായിട്ടുള്ള തമ്പിയും യോഹന്നാനും അതുപോലെ സഹോദരിയും അവരുടെ കുടുംബമെല്ലാമായിട്ടും ഈ കുടുംബമായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ 30 വർഷത്തിൽ പരമുള്ള ബന്ധമാണ് ഞങ്ങൾക്കുള്ളത്. ഈ അവസരത്തിൽ അമ്മച്ചിയെ ഞാൻ എല്ലാ വർഷവും വരുമ്പോഴും ഇവിടെ വന്ന് കാണുകയും ഞങ്ങളിവിടെ നിന്ന് അവരുമായിട്ടുള്ള ബന്ധങ്ങളെ ഞങ്ങൾ പങ്കിടാറുണ്ടുകയും ചെയ്തുകൊണ്ട്. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം വരാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് രാജ്യം പറഞ്ഞു ഹോസ്പിറ്റലിലാണ് വരണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഫോൺ വന്നത് ഇങ്ങനെ ത്യാഗമുണ്ടായെന്നുള്ളത്. ഈ അവസരത്തിൽ വാക്കുകളെ നിർത്തുകയാണ്. ഞാൻ പ്രതിനിധീകരിക്കുന്ന മലയാളി അസോസിയേഷനുള്ള അനുശോചനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ദുഃഖാർത്ഥ കുടുംബാംഗങ്ങൾക്ക് തമ്പുരാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട സക്കറിയ ജോണച്ചന് ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളാമെന്ന് വാഗ്ദാനം തന്ന കർത്താവേ, അവിടുന്ന് പുനരുത്ഥാനവും ജീവനുമാകിയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. താൽക്കാലികമായ ഈ വാസത്തിൽ നിന്ന് നിത്യമായ വാസത്തിനായി ഞങ്ങളെ വിളിക്കുന്ന ദൈവം അവിടുന്ന് ആകുന്നുവല്ലോ. കർത്താവേ,
ഞങ്ങളിവിടെ അന്യരും പരദേശികളുമാണ് എന്ന് സംഭവങ്ങൾ ഞങ്ങളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് മോശ പ്രാർത്ഥിച്ചതുപോലെ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിച്ച് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ, ഞങ്ങളുടെ ജീവിതം വിലയുള്ളതാക്കി തീർക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. മരണം ഞങ്ങൾക്ക് ആർക്കും ഒരു കെണിയായി തീരാതെ തിരുമുഖം ദർശിക്കുവാനുള്ള വഴിത്താരയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ മാതാവിനെ അവിടുന്ന് ഈ ഭവനത്തിലേക്ക് തന്നതിനായി സ്തോത്രം. ഒരു ഉത്തമ കുടുംബിനിയായി, മക്കൾക്ക് മാതാവായി, ദേശത്തിന് വിളക്കായി ശോഭിക്കുവാൻ കർത്താവെ ദീർഘായുസ് നൽകി അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. പ്രത്യാശയോടെ കടന്നു പോകുവാൻ അവിടുന്ന് വിളിച്ചതോർത്ത് സ്തോത്രം. കർത്താവെ, ഇനിയും അവിടുത്തെ മഹനീയമായ രണ്ടാമത്തെ വരവിൽ അവിടുത്തെ വിശുദ്ധന്മാരും വിശുദ്ധമതികളും ഉയർത്തെഴുന്നേറ്റ് അങ്ങേ എതിരേൽക്കുമ്പോൾ ആ സമൂഹത്തിൽ പ്രിയദാസിയോടൊപ്പം ഞങ്ങളെല്ലാവരും കാണപ്പെടുമേ എന്നുള്ള വലിയ ഉറപ്പും വിശ്വാസവും ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, ഈ ദാസിയെ പ്രത്യാശയോടെ യാത്ര അയക്കുമ്പോൾ ഈ വഴിയായി ഞങ്ങളും കടന്നു വരേണ്ടവരാകുന്നു എന്നുള്ള ബോധ്യത്തോടെ സൂക്ഷ്മതയോടെ ഞങ്ങളുടെ ജീവിതം നയിപ്പാൻ കൃപ ചെയ്യുകയും ചെയ്യണമേ. മക്കളെയും കൊച്ചുമക്കളെയും ബന്ധുമിത്രാദികളെയും ഒക്കെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ആകുലചിന്തയില്ലാത്ത സമാധാനത്താൽ നിറയ്ക്കുകയും ചെയ്യണമെന്ന് മശിയ മൂലം പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. മക്കളുടെ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഹല്ലേലൂയ. പോകുന്നത് വയലിൽ പോ ചെടി പോലെ ബാലഖുമോ ശുഭഹോല പോലെ ബ്രോൽ റൂഹോ കാദീശോ. ശരണത്താലെ നിൻ കൃപയിൽ ജീവാസുരമതുണർത്തണമേ. ഖബറിയുന്നു ധ്യാനത്തിനായി സ്തൗമൻ കാലസ്. ഉയരകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി. ഖബറുകളുള്ളിൽ നിന്ന് അവരവരുയിരോടെഴുന്നേറ്റു ഉയരകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ. അങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കാർത്ത തന്നരുളിന് മഹത്വം മുറിയോറാഹെ മേലയിനുവാദ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ, ആശ്രയത്തെക്കുറിച്ച് മരിച്ചു നിന്റെ വരവിനായി നോക്കി പാർത്തിരിക്കുന്ന മരിച്ചവരെ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ഇടയിൽ അവരെ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകളെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളാണ് ചെയ്യേണ്ടത്. ദേവാലയത്തിലേക്കുള്ള വിലാപയാത്ര എത്രയും ഭംഗിയായിട്ട് ഭക്തിപൂർവ്വം നടത്തുവാൻ തക്കവണ്ണം എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം. ഏറ്റവും മുമ്പിലായിട്ട് കുരിശ്, അതിന് പുറകിലായിട്ട് കുട്ടികൾ വഹിച്ചുകൊണ്ട് സ്ത്രീകളെ പുരുഷന്മാർ ഏറ്റവും അവസാനമായിട്ട് ശരീരം വഹിച്ചുകൊണ്ട് പോകുന്നു. ഈ ക്രമത്തിൽ ഭക്തിപൂർവ്വം ഭംഗിയായിട്ട് എല്ലാവരും ഈ വിലാപയാത്രയിൽ സംബന്ധിക്കണം എന്നുള്ള കാര്യസ്നേഹത്തോടെ അറിയിച്ചുകൊള്ളുന്നു. ഏറ്റവും വേണ്ടപ്പെട്ടവരെ ദിവസനിധിയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി ചുംബനം കൊടുത്ത് യാത്ര അയക്കണം. വത്സലരെ ദൂരത്തെന്തിനു നിൽക്കും വരുവിൻ സ്ലോമോ. ും
മരണത്തിൻ
വാഴ്ത്തിട